Hi friends, welcome to learn programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് പുതിയൊരു സീരീസാണ്. ആക്ച്വലി പൈത്തണിലെ കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഈ ഒരു സീരീസിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ പല സ്റ്റുഡൻസും ജനറലി വന്ന് പറയാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു പൈത്തൺ പഠിച്ചു അല്ലെങ്കിൽ ഡാറ്റാബേസ് പഠിച്ചു, പക്ഷേ എന്നിട്ടും അവർക്ക് പ്രാക്ടിക്കലി ഒരു പ്രോബ്ലം വരുമ്പോൾ അവർക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് സിൻടാക്സ് പഠിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരു നല്ലൊരു പ്രോഗ്രാമർ ആവാനായിട്ട് സാധിക്കില്ല. അതിപ്പോൾ മൊബൈൽ ഡെവലപ്മെൻറ്റോ വെബ് ഡെവലപ്മെൻറ്റോ ഏത് ഫീൽഡായാലും പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ലോജിക്കാണ് ഡെവലപ്പായിട്ട് വരേണ്ടത്. അപ്പോൾ അതിന് ഇങ്ങനത്തെ അൽഗോരിതം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് ആയിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് ചെയ്തിട്ട് വേണം നമ്മൾ ആസ് എ ബിഗിനർ ഒരു ലോജിക്ക് ഡെവലപ്പാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സം ഓഫ് ഇൻറ്റീജേഴ്സ് അപ് ടു n എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ ആ നമ്പർ ഇപ്പോൾ സപ്പോസ് ഇവിടെ 3 ആണ് കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരേണ്ടത് 6 എന്നാണ്. അതായത് 1 + 2 + 3 = 6 അതായിരിക്കണം അതിൻ്റെ ഒരു ഔട്ട്പുട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ നമ്പർ കൊടുത്തിരിക്കുന്നത് വാല്യൂ 5 ആണെങ്കിൽ 1 + 2 + 3 + 4 + 5 = 15 എന്നതായിരിക്കണം റിസൾട്ട്. ഈ ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കോഡ് എക്സ്പ്ലനേഷൻ നമ്മൾ കോഡിങ്ങിൽ ത്രൂ തന്നെ ആയിരിക്കും പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് ഒരു ഫംഗ്ഷൻ, നമ്മളിവിടെ ഒരു സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഇൻപുട്ട് n എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സീരീസ് പൈത്തണിൻ്റെ ബേസിക്സ് അറിയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി പൈത്തൺ അറിയാത്തവരാണെങ്കിൽ നമ്മൾ കണ്ടൻറ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ബിഗിനർ ലെവൽ സീരീസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് റെഫർ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ സീരീസ് കണ്ടു തുടങ്ങുക. അപ്പോൾ ഇവിടെ ഒരു പൈത്തൺ ഫംഗ്ഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഫസ്റ്റ് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സം എടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആദ്യത്തെ ഒരു നമ്പറിൽ നിന്നായിരിക്കും നമ്മൾ സമ്മ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഇപ്പോൾ ഇവിടെ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സമ്മ് വരേണ്ടത് 0 എന്നാണ്. ഇവിടെ 3ക്ക് വരും 0 ആണ് കൊടുക്കുന്നതെങ്കിൽ സമ്മ് 0 എന്ന് വേണം വരാനായിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടേണ്ടതുകൊണ്ട് നമ്മൾ ഇനീഷ്യലി എപ്പോഴും സമ്മ് കൊടുക്കുന്നത് ഒരു 0 വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാരണം സം ആദ്യം 0ൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ കറണ്ട് നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മളിവിടെ 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേരിയബിൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാറ്റേണിൽ, അതായത് ഇപ്പോൾ 5 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഓരോരോ നമ്പേഴ്സ് ഐട്രേറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ അതിൽ നിന്നായിരിക്കും നമ്മൾ ഈ ഒരു സമ്മിൻ്റെ ഒരു വാല്യൂ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് നമ്പറും കറണ്ട് നമ്പറും നമ്മൾ എപ്പോഴും 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് നമ്പറും ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു വയൽ ലൂപ്പാണ്. അപ്പോൾ ഈ വയൽ ലൂപ്പിൽ വരുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കറണ്ട് നമ്പർ ലെസ് ദാൻ n+1 എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഐട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു സം എടുക്കേണ്ടത് എവിടെ വരെയാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 5 ആണ് നമ്മുടെ നമ്പർ. ഇപ്പോൾ കറണ്ട് നമ്പർ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2i 3i 4i 5i അങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ അത് n+1 ലെസ് ദാൻ n+1, അതായത് ഇപ്പോൾ ഒരു 5 കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു വാല്യൂവിലേക്ക് അത് വരാനായിട്ട് പാടില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരെ നമുക്ക് ഈ ഒരു സം എടുക്കുന്ന പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടത് നമ്മുടെ സം എന്ന് പറയുന്ന വേരിയബിൾ നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാം. സം = സം പ്ലസ് കറണ്ട് നമ്പർ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. അപ്പോൾ അത് മാത്രം കൊടുത്താൽ പോരാ, നമുക്ക് പിന്നെ കറണ്ട് നമ്പർ ഇൻക്രീസ് ചെയ്യണം. കറണ്ട് നമ്പർ = കറണ്ട് നമ്പർ +1. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു കറണ്ട് നമ്പർ 1ൽ നിന്ന് ഇപ്പോൾ നെക്സ്റ്റ് വാല്യൂ 2ലേക്ക് വരുള്ളൂ. അപ്പോൾ എന്നാൽ മാത്രമേ ആ സമ്മിൻ്റെ വാല്യൂ ഒരു പുതിയൊരു വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു നമ്മൾ 2 ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ആദ്യം സം 0 ആയിരിക്കും. ഈ ഒരു എക്സാമ്പിൾ വരുമ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ കയറുന്ന സമയത്ത് സം 1 ആയി മാറും. 0 + കറണ്ട് നമ്പർ 1 ആണ്. അപ്പോൾ 0 + 1 = 1 എന്ന് വരും. അടുത്ത ഐട്രേഷൻ വരുന്ന സമയത്ത് സമ്മിൻ്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി 1 ആണ്.
പക്ഷേ ഇവിടെ കറണ്ട് നമ്പർ വരാൻ പോകുന്നത് നെക്സ്റ്റ് 2 ആണ്. അപ്പോൾ 1 + 2 എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടും. അപ്പോൾ 2 ഇറ്ററേഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് 3 എന്ന് പറയുന്ന ആ ഒരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഇറ്ററേഷൻ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ അത് എക്സിക്യൂട്ട് ആവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫോൾസ് ആവുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഫൈനൽ നമുക്ക് വേണ്ട ഒരു ഡിസൈഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ ഈ വൈൽ ലൂപ്പിൻ്റെ അവസാനം നമുക്ക് ഈ ഒരു സമ്മ് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ വിളിച്ച് നോക്കാം. നമ്മൾ ആദ്യം ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഇൻപുട്ടായിരിക്കും കൊടുക്കുന്നത്. ഇവിടെ നമ്പർ സം എന്ന് പറയുന്നതിൽ നമ്മൾ 3 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഔട്ട്പുട്ട് വരാത്തത്. നമ്മൾ ഈ ഒരു വാല്യൂവിനെ പ്രിൻ്റിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഇത് റീ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഔട്ട്പുട്ട് 6 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1 + 2 + 3 എന്ന് പറയുന്നത് 6 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട്സ് വെച്ചിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ രണ്ടാമത് കൊടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരും നോക്കാം. ഇവിടെ നമുക്ക് 15 എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഇറ്ററേഷനിലും ഈ ഒരു വാല്യൂ എങ്ങനെയാണ് മാറുന്നത് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമ്മ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതും നമുക്ക് ഈ ഔട്ട്പുട്ടിൽ ഓരോ ഇറ്ററേഷനിലും പ്രിൻ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻപുട്ടിൻ്റെയാണ് വന്നിരിക്കുന്ന 1 3 എന്ന് പറയുന്നത്, പിന്നെ അത് 6 ആയി. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെയാണ് ഈ ഒരു ഓരോ ഇറ്ററേഷനിലും ആഡപ്പായിട്ട് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ വൈൽ ലൂപ്പിലാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു സെയിം ഒരു കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിൽ നമ്മുടെ റിക്കേർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടൊക്കെ ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ ഒരു ആക്ച്വലി ഇവിടെ എന്താണ് നടന്നത് എന്നുള്ളതൊക്കെ കറക്റ്റ് മനസ്സിലായി മാത്രം അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിയൽ വേൾഡ് പ്രോബ്ലംസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ലോജിക്ക് സ്വയം ബിൽഡപ്പായിട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പ്രാക്ടീസ് പ്രോബ്ലംസ് നിങ്ങളിപ്പോൾ വെബ് ഡെവലപ്മെൻ്റ് ആണോ മൊബൈൽ ഡെവലപ്മെൻറ്റോ എന്ത് കാര്യമായിക്കോട്ടെ, ഡാറ്റാ സയൻസോ എന്ത് പഠിച്ചാലും ലോജിക്ക് എന്ന് പറയുന്ന കാര്യം നമുക്ക് ആ ഒരു തിങ്കിങ് എബിലിറ്റി അത് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രാക്ടീസ് പ്രോബ്ലംസ്. അപ്പോൾ ഈ ഒരു ചെയ്ത ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് ഫെയർലി സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ കാര്യങ്ങൾ എക്സാമ്പിൾസ് വരുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള ഇതുപോലത്തെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നിങ്ങളതിൻ്റെ ലോജിക്ക് കറക്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കോഡിങ്ങിൽ കോൺഫിഡൻസ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യമേ നിങ്ങൾക്ക് കോഡിങ് അല്ലെങ്കിൽ കോഡ് എന്താണ് എഴുതേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഒരു നോർമൽ റഫായിട്ടുള്ള ഒരു സ്യൂഡോ കോഡ് അല്ലെങ്കിൽ ഒരു റഫായിട്ടുള്ള സ്റ്റെപ്സ് എഴുതി നോക്കുക. ഒരു അൽഗോരിതം ടൈപ്പ് ഓഫ് ജസ്റ്റ് പേപ്പറിലാണെങ്കിലും നിങ്ങൾക്കത് എഴുതി നോക്കാവുന്നതാണ്. കാരണം ഈ ഒരു കാര്യം എന്താണ് പ്രോസസ്സ് നടക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ബേസിക് മാത്സ് ആണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അറിഞ്ഞ് അതിനെ ഒരു പ്രോഗ്രാമിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷനായി. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ ആ ഒരു ബേസിക് സ്റ്റെപ്സ് പോലും അറിയില്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാമിലേക്ക് അതിനെ മാറ്റാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് നെറ്റിൽ റെഫർ ചെയ്താലും ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് കിട്ടുന്നതാണ്. അപ്പോൾ അത് റെഫർ ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ റിയൽ വേൾഡ് പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനത്തെ കാര്യത്തിൻ്റെ കുറച്ചും കൂടി ഹയർ വേർഷൻസ് ആയിരിക്കും ഓരോ അൽഗോരിതം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ പുതിയ പ്രോബ്ലംസ് ആയിട്ട് വരുന്നതായിരിക്കും.